സ്നേഹായ ദാനായ ച രക്ഷണായ. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല. എത്ര നേരമായി ഓരോ പണി പറഞ്ഞിട്ട്. ആരാ മനസ്സിലായില്ലല്ലോ? എൻ്റെ പേര് റോയ്. ഇവിടെ ആദർശ് ഒരു റൂമിന്റെ കാര്യം. മാസം വാടക 8,000. പിന്നെ കറണ്ടിനും വെള്ളത്തിനും വേറെ. പിന്നെ ഇവിടെ വേറെ താമസക്കാരുള്ളത് കൊണ്ട് കുറച്ച് നിയമവും ചട്ടമൊക്കെ ഉണ്ട്. അത് സമ്മതമാണെന്നുണ്ടെങ്കിൽ മുകളിലിട്ടിരുന്നു. ഞാൻ വന്നേക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം. പുതിയ താമസക്കാരനായിരിക്കും അല്ലേ? ആ അതെ. എന്താ പേര്? റോയ്. അങ്കിളുടെ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് സേവിയർ. ആ. ഇവിടെ കുറേ നാളായി. അപ്പോൾ അങ്കിളുടെ ഫാമിലിയൊക്കെ? ഫാമിലി അത് ശരി. എന്താ ഇത്? നിങ്ങളോട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അല്ല മോളെ, അറിയാതെ. അറിയാതെ വാടക കൃത്യമായിട്ട് തരുന്നില്ല. അതിനിടയ്ക്ക് ഇല്ലാത്ത അസുഖങ്ങളും. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാ വാടക കൃത്യമായിട്ട് തരണമെന്ന്. ഇപ്പൊ പെൻഷൻ വന്നില്ല, പൈസ ഇല്ല. നിങ്ങളോട് എത്ര തവണ പറഞ്ഞു അല്ല ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കാൻ? വലിഞ്ഞു കയറി വന്നോളൂ ഓരോ മാരണങ്ങള്. പൊക്കോ. ഞാൻ പൊക്കോളാം. ഇച്ചിരി കൂടിപ്പോല്ലേ? കാശ് വരെ കിട്ടാനുണ്ട്. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ. അതൊക്കെ പോട്ടെ. എവിടാ ജോലി എന്നാ പറഞ്ഞേ? ഞാനിവിടെ ടൗണിലെ SBBയുടെ പുതിയ മാനേജറാ. അപ്പൊ വാടക കൃത്യമായിട്ട് കിട്ടുമെന്നർത്ഥം. ഇതൊന്ന് ഫില്ല് ചെയ്യണം. ID കാർഡിന്റെ കോപ്പി, സാധനങ്ങളൊക്കെ എടുത്തോ. റൂം ഞാൻ കാണിച്ചു തരാം. മോനെ, ഞാനിവിടെ വന്നിട്ട് 1 മാസമായി. അങ്കിൾ ഇതുവരെ പള്ളിയിൽ പോലും പോകുന്ന കണ്ടില്ലല്ലോ. പള്ളിയിൽ പോയിട്ട് ഈ വീടിന്റെ മുറ്റത്ത് ഇറങ്ങാൻ പോലും എനിക്ക് അനുവാദമില്ല. അങ്കിളിനെ ഞാൻ പള്ളി കൊണ്ടാ. നേരാണോ മോനെ? ആ. എന്നാ ഇപ്പൊ പോയി ഞാൻ ഒരുങ്ങട്ടെ. ശരി. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു
ഒന്ന് പള്ളിയിൽ പോകണമെന്ന്. അത് സാധിച്ചു. റോയ്മോനെ, മേരിക്കുട്ടിയും ജോസുകുട്ടിയും ഞാനും എല്ലാ ദിവസവും പള്ളിയിൽ പോവാൻ. അപ്പൊ ജോസൂട്ടി ഓ, എത്ര കാലം കൂടിയാ ജോസൂട്ടി നാട്ടിലേക്ക് വരുന്നത്. റേച്ചലും പിള്ളേരും ഒക്കെ കൂടെ കാണുമായിരിക്കും. ആ ആ, ഇനി കുറെ നാളത്തേക്ക് നല്ല അതെ മേളമായിരിക്കും. അതെ. ആ, പിള്ളേരൊക്കെ വരട്ടെ. ആയിട്ടും ഓ, മേരിക്കുട്ടി, അവൻ വരുമ്പം നിർബന്ധിച്ചാൽ ഞാനും കൂടി അമേരിക്കയിൽ പോവും. ആ, വേണേ പോരാ ഇതാ കേട്ടോ. ഇപ്പൊ പുകില്. സ്വന്തം മകനും മക്കളും ഒക്കെ വരുന്നെന്ന് കേട്ടോ. നമ്മളെ വേണ്ട അല്ലേ? എടി മേരിക്കുട്ടി, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നമ്മൾ രണ്ടുപേരും ഇല്ലാതെ അവൻ പോകുമോ? പറഞ്ഞ പോലെ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. അവനാണെന്ന് തോന്നുന്നു. ആ, ദേ അവനാ അവനാ കേട്ടോ. വരുന്നത്. അവനാ. എടാ യസൂടി, റേച്ചിലും മക്കളൊക്കെ എന്തിയടാ? മോനെ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? എന്തിയടാ പിള്ളേരൊക്കെ? അവരവിടെ ഉണ്ട്. നാട്ടിൽ വന്നിട്ട് 2 ദിവസമായി. റേച്ചൻ്റെ ആങ്ങളെ അവിടെ പുതിയ റിസോർട്ട് പണിതിട്ടുണ്ട്. അവളും പിള്ളേരും അവിടെയാ. ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതെറ്റാ പള്ളി നടത്തിയാ കാണിച്ച്. ഞാൻ ആ പിള്ളേരെ കണ്ടിട്ട് പോലും ഇല്ല. എത്ര നാളായി ഞാൻ കൊതിച്ചിരിക്കുന്നു ആ പിള്ളേരെ ഒന്ന് കാണാൻ. അതൊക്കെ പിന്നെ കാണാം. ഇപ്പം ഞാൻ വന്നത് വേറെ കാര്യം പറയാനാ. നിങ്ങളിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സേഫായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത്. ആര് മാറാൻ? എങ്ങോട്ട് മാറാൻ? ഇവിടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നീ എന്തായി പറയുന്നേ? എന്താണ് ജോസൂട്ടി നീ പറയുന്നത്? ഞങ്ങൾ നീ ഇല്ലാതെ എങ്ങോട്ട് പോകൂടാ? നീ നിർത്തടി. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതേ ഞാനുണ്ടാക്കിയ വീടാ. നിനക്ക് മനസ്സിലായോ? ഓ, പറഞ്ഞ പോലെ കേട്ടോണം. അത് അപ്പനായാലും അമ്മയായാലും. മനസ്സിലായോ? മാറി നിൽക്കും. അവിടുന്ന് അവൻ ഞങ്ങളെ ഒരു സേഫായ സ്ഥലത്ത് എത്തിച്ചു. ഒരു ഓൾഡ് ഏജ് ഹോം. 1 മാസം കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടി എന്നെ വിട്ട് യാത്രയായി. മദർ തെരേസായുടെ ഒരു വാക്കുണ്ട്: ഏറ്റവും വലിയ വേദന TVയോ ക്യാൻസറോ അല്ല, അത് ആരും ഇല്ലെന്നുള്ളൊരു തോന്നലാണ്. സേവരങ്ങളെ, പണ്ട് ഞങ്ങൾ പള്ളിയിലെ പെരുന്നാളിന് ഞാൻ എൻ്റെ അപ്പൻ്റെ തോളിലിരുന്ന് പോവായിരുന്നു. അപ്പൻ്റെ തോളിലിരുന്ന് ഒരു രാജാവിനെ പോലെ ഞാൻ ആ കളികളും കളിപ്പാട്ടങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഒരു ആക്സിഡൻറ്റിൽ അവർ രണ്ടുപേരും പോയപ്പോഴാണ് ഞാൻ എത്രമാത്രം സംരക്ഷണമായിരുന്നു അനുഭവിച്ചെന്ന് മനസ്സിലായത്. സേവരങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ അപ്പനെ കാണുന്ന പോലെ തോന്നി. എനിക്കറിയാമായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകരുതെന്ന്. അതെങ്ങനെയാ? അതൊന്നും കേൾക്കുകയല്ല. ഇതിപ്പോ എത്രാമത്തെ തവണയാ? ഈ ഓർമ്മക്കുറവുള്ളവരൊക്കെ വീട്ടിലിരിക്കണ്ടേ? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങി പോകാനാ? തോന്നുന്ന പോലെ ഇറങ്ങി നടക്കാൻ ഇത് നിങ്ങളുടെ വീടല്ല. അതെങ്ങനെയാ? പ്രായമായ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കണം. ഇങ്ങനെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ജീവിക്കണോ? ഏതായാലും തിരിച്ചിടെ വന്നല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. കണ്ട ഓർമ്മക്കുറവ് കാരണം നിങ്ങൾ എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ പോലീസ് കേസ് ആവത്തില്ലായിരുന്നോ? ഇപ്പൊ ഞാൻ അകത്ത് കൂത്തില്ലായിരുന്നോ? ഇയാളിപ്പോ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഇവിടെ കൊണ്ടാക്കി. ഇല്ലായിരുന്നെങ്കിലോ? അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് കേട്ട് ഇവിടെ നിൽക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി. അല്ല വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. മകനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. ഇവിടെ കൊണ്ടിട്ടിരിക്കുക. ഇനി ജീവിതകാലം മുഴുവൻ നമ്മൾ നോക്കണമായിരിക്കും. ഏതു നേരത്താണ് ഇവിടെ കയറ്റി കിടത്താൻ തോന്നിയത്? എന്തേലും കാണിക്കേ.
അവിടെ നിന്നേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ആ കാർന്നോർ ഇവിടുന്ന് പോയി കേട്ടോ. ഇവിടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് ചെന്ന് കയറിയെന്നാ കേട്ടെ. ഏതായാലും നമ്മുടെ തലേന്നാ ശല്യം ഒഴിഞ്ഞു. അത്രയും സമാധാനം. എവിടെ? ആ ടൗണിനടുത്തുള്ള ഓൾഡ് ഏജ് ഹോമില്ലേ, അവിടെ. സേവറങ്ങൾ. ആ മോനെ, മോനെന്താ ഇവിടെ? സേവറങ്ങൾ എന്നോട് പോയിരുന്നു. വെറുതെക്കാരനായിട്ടില്ല, എൻ്റെ അപ്പനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഉമ്മറത്തെ വിളക്കണച്ചങ്ങനെ നിന്മക്കൾക്ക് നന്മതൻ വെളിച്ചമേകും. അഹങ്കാരം വേണ്ട നിനക്കുമൊരിക്കൽ വരുമീ സ്ഥിതിയെന്നോർത്തിടുക, വരുമീ സ്ഥിതിയെന്നോർത്തിടുക. വൃദ്ധസദനത്തിനകത്തളത്തിൽ ദൂരെ നിൻ കാലൊച്ച കാത്ത് കണ്ണും നട്ട് കാത്തിരിക്കുന്നൊരു കെടാവിളക്കിൽ സ്നേഹത്തിൻ തൈലം പകരൂ, സ്നേഹത്തിൻ തൈലം പകരൂ.